Roho Kami
സെമിനാരിയുമായി ബന്ധപ്പെട്ട അച്ഛന്മാരും ഇവിടെ ഉണ്ട്. ബഹുമാനപ്പെട്ട പ്രഭാച്ചൻ നിങ്ങളുടെ മുൻ വികാരിയാണ്. അച്ഛൻ ഇന്ന് വികാരികളായിട്ട് ചുമതലയെടുത്തു. അഭിനന്ദനങ്ങൾ കടപ്പാക്കട ഇടവയുടെ പേരിൽ അറിയിച്ചുകൊണ്ടും കരിവിളയച്ചൻ മുൻ വികാരികളാണ്, ഇപ്പോൾ കറസ്പോണ്ടൻ്റായിട്ട് കത്തീഡ്രൽ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. അച്ഛൻ്റെ സാന്നിധ്യത്തിനും പ്രോത്സാഹനത്തിനും കൃത്യമായിട്ട് നന്ദി അറിയിക്കുന്നു. ചാൻസലർ അച്ഛൻ ബെനഡിക്ട് പെരുമിട്ടച്ചനും റക്ടച്ചൻ ബഹുമാനപ്പെട്ട വൈസ് കൈതരച്ചനും ശ്രീമതി പിതാവിൻ്റെ സെക്രട്ടറിയും ഞങ്ങളുടെ അരങ്ങയുടെ ഒക്കെയും വളരെ ഡൈനാമിക് ഫിഗറുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈപ്പലച്ചൻ, ഈ ഞങ്ങളുടെ വൈസ് ചാൻസലർ അച്ഛൻ ശമുവേൽ പായിക്കാട്ടച്ചനും കൃത്യമായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ മുൻ വൈസ് സെക്രട്ടർ ബഹുമാനപ്പെട്ട ജോൺ തോട്ടത്തിലച്ഛൻ ഈ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്നതിന് കൃത്യമായിട്ട് നന്ദി പറയുന്നു. ഡെന്നീസും പറഞ്ഞു അച്ഛൻ വരുന്ന ദിവസം അറിയിച്ചാൽ മതി. ഇന്നലെ മുതലേ വെളുപ്പം പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും എന്ന് ഡെന്നീസ് അച്ഛൻ അറിയിച്ചു. അച്ഛനെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ വൈദിക ജില്ലയുടെ ചുമതല കൂടി ഉണ്ടല്ലോ ഇവിടുത്തെ വികാരിക്ക്. ഡെന്നീസ് അച്ഛൻ എല്ലാ ചുമതലയും പൂർത്തീകരിച്ച് ജില്ലാ വികാരിയായ വെലുപ്പുറം അച്ഛനോടൊപ്പം ഇവിടെയായിരുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇനി തുടർന്ന് അച്ഛനോടുണ്ട് എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് പിന്തുണയും സഹായവും നേരത്തെ തന്നെ വാഗ്ദാനം ചെയ്തു. അച്ഛന് കൃത്യമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഞങ്ങളെയൊക്കെ സ്വീകരിക്കുകയും കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ ഇടവയുടെ ആത്മീയ പിതാവായി നല്ല നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ജോൺ പേരുപ്പുറപ്പിലച്ഛൻ സെമിനാരി റക്ടർഷിപ്പ് കൈതവനേശ്വരി കൊടുത്തിട്ട് അച്ഛൻ കൊല്ലത്തേക്ക് വന്നു. കൊറോണയുടെ ഒരു വർഷക്കാലമായിരുന്നു. പക്ഷെ ആ വർഷം അച്ഛൻ അതിനെ തരണം ചെയ്തുകൊണ്ട് അച്ഛൻ പറഞ്ഞു, ഇവിടെ വിശുദ്ധ കുർബാന എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ വ്യാഴാഴ്ചയും വിശുദ്ധ കുർബാനയുടെ പരസ്യ ആരാധനയും അച്ഛൻ ക്രമീകരിച്ചു. ഇപ്പോൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് ആളുകൾ വരുന്നുണ്ട്, ആരാധനയ്ക്ക് ആളുകൾ വരുന്നുണ്ട്, നൊവേന പ്രാർത്ഥനകളുണ്ട്. അപ്പോൾ അത് അച്ഛൻ ആത്മീയമായ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധാലുവായിരുന്നു. ബഹുമാനപ്പെട്ട പെരുപ്പറപ്പിലച്ഛ, ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുമായിരുന്നു ഇവിടെ ആര് കുർബാനയ്ക്ക് കൂടും. കാരണം നേരത്തെ ഞാനിവിടെ വന്നപ്പോൾ കുർബാനയില്ല എന്നുള്ളതായിരുന്നു ഇവിടുത്തെ വലിയൊരു പ്രശ്നം. നമ്മൾ ദിവസവും കുർബാനയില്ല എന്നൊക്കെയുള്ളൊരു കാര്യമായിട്ടൊക്കെ ഞാൻ അനുബന്ധിതയോട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചാൽ കുർബാനയ്ക്ക് ആള് കൂടുതൽ എങ്ങനെ അസിസ്റ്റ് ചെയ്യുന്ന ആര്, ഞാൻ റബ്ബാച്ചനോട് ചോദിച്ചു. അപ്പോൾ റബ്ബാച്ചൻ പറഞ്ഞു അവിടെ ഇതിൻ്റെ പേരൊക്കെ ഇപ്പോൾ ഉണ്ട്. അച്ഛൻ പറഞ്ഞു ഒരു പുതിയൊരാളിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് സന്തോഷമായിരുന്നു. അപ്പോൾ കുർബാനയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഒരു മുടക്കമില്ലാതെ ഇവിടെ ക്രമീകരിച്ച ബഹുമാനപ്പെട്ട അച്ഛന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് കടപ്പാക്കടയുടെ വക ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ ഇവിടെ മാതാവിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുവാനായിട്ട് വരുമായിരുന്നു. മാതാവിൻ്റെ ആരോഗ്യ മാതാവിൻ്റെ കുരിശടിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് വരുന്ന ഒരു പതിവ് ഉണ്ട്. ഞങ്ങളുടെ നാട്ടുകാരൻ ജേക്കപ്പച്ചൻ ഇവിടുത്തെ വികാരിയച്ഛനായിരുന്നു. അതിന് മുൻപായിട്ട് ജോർജ് ജേക്കപ്പച്ചൻ ഇവിടുത്തെ വികാരിയായിരുന്നപ്പോൾ മാതാവിൻ്റെ ഒത്തിരി ഭക്തിയും ഒത്തിരി തീർത്ഥാടന കേന്ദ്രം പോലെ തന്നെ ഇവിടെ വളരെയധികം ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രദേശമായിരുന്നു, അല്ലെങ്കിൽ ഇടവകയായിരുന്നു. അത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കൊച്ചു സൗകര്യങ്ങളൊക്കെ ആണെങ്കിലും എന്തോ ഒരു അത്ഭുതമായിട്ട് അനേകം ആളുകൾ ആരോഗ്യമാതാവിൻ്റെ അതിനുശേഷമൊക്കെയാണ് പക്ഷേ കുയിൽ പള്ളിയിലെ ആ കുരിശടിയിലുള്ള പ്രാർത്ഥനകൾ പിന്നീടാണ് വന്നത് എന്ന് എനിക്ക് എൻ്റെ കുഞ്ഞ് ഓർമ്മയിൽ എനിക്ക് ഓർക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മാതാവിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥവും തോമാസ്ലിയുടെ മാധ്യസ്ഥവും നമ്മുടെ ഈ ഇടവയ്ക്ക് സഹായമായിരിക്കട്ടെ എന്ന് കൃത്യമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ സ്വീകരിക്കാൻ കടന്നു വന്ന ഈ ഇടവകയിലെ പ്രതിനിധികളായ ആളുകൾ, കുറേ ആളുകളെ പല രൂപത്തിൽ എനിക്ക് പരിചയമുണ്ട്. കമ്മിറ്റിക്കാരായിട്ടും മറ്റ് സംഘടനകളുടെ പ്രവർത്തകരായിട്ടും ഈ ഇടവകയിൽ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് വന്നപ്പോഴും മറ്റ് കമ്മിറ്റി മീറ്റിങ്ങുകൾ വന്നപ്പോഴും ഇടവക സന്ദർശന ഭാഗമായിട്ടും പലരെയും പരിചയമുണ്ട്. അതുകൊണ്ട് ഇനിയും കൂടുതലായിട്ട് പരിചയപ്പെടുവാനായിട്ട് അവസരമുണ്ട്. പേരുപ്പുറപ്പലച്ഛൻ കൊറോണയെ വിലക്കി നിർത്തിയിരിക്കുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ ശുശ്രൂഷ ഇവിടെ എളുപ്പമായിരിക്കും, ധൈര്യമായിട്ട് ചെയ്യാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും നമ്മുടെ ഭദ്രാസനത്തിൽ അല്ലെങ്കിൽ മലങ്കര സഭയുടെ വിവിധ രൂപതകളിലെ പല ഇടവുകളിൽ നിന്നും
നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ ഇടവുകളിൽ നിന്നും ഈ സിറ്റിയിലേക്ക് ചേക്കേറിയവരാണ്. ഇപ്പോൾ ഈ ഇടവകളിൽ കടപ്പാക്കട റിയൂണിയൻ നഗരത്തിലുള്ള ഈ ഇടവകയിലെ അംഗങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട്. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ഇടവകയുടെ ശൈലികളും വിവിധ മദ്രാസനങ്ങളിലെ പ്രവർത്തന ശൈലികളും എല്ലാം കൂടെ ചേരുന്ന ഒരു ശുശ്രൂഷയാണ് കടപ്പാക്കട ഇടവകയ്ക്ക് ലഭിക്കുന്നത്. അവിടുത്തെ വികാരിയച്ഛൻ അതനുസരിച്ച് നമ്മുടെ ശുശ്രൂഷകളെ ഏകോപിപ്പിക്കുന്നുണ്ട്. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കൊറോണയിൽ അതിൻ്റെ വ്യാപനങ്ങളൊക്കെയും തടയുവാനും നമ്മുടെ ഇടവക ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാനും ഭദ്രാസനത്തിൽ നമ്മുടെ സഭയ്ക്ക് ആകുവാനും അനുഗ്രഹമാകുവാനായിട്ട് നമ്മുടെ ഇവിടുത്തെ പ്രേക്ഷിത ശുശ്രൂഷ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. എല്ലാവർക്കും പ്രത്യേകമായ നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാദം നിർത്തുന്നു. ഗ്രാസനത്തിൻ്റെ വികാരജനങ്ങൾ പുതിയ രൂപങ്ങൾ നിർവഹിച്ചു വികാരിയായി സേവനം അനുഷ്ഠിച്ചു. മാവേലിക്കര പുതിയകാവ് സെന്റ് ജോസഫ്സ് ദേവാലയം മാനകാരിയോസ് മെത്രാപ്പൊലീത്തയുടെ ജന്മസ്ഥലം മാതൃഇടവക ആ ഇടവകയുടെ വികാരിയായി ചുമതലയെടുക്കാൻ പോകുന്ന ജോൺ ജേക്കബ് പേരുപറച്ച ഇടവകയുടെ വികാരിയായി ചുമതലയെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട ജോസ് വൈദിക സഹോദരങ്ങളുടെ ഇടവക മക്കളെ, മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ കേരളത്തിലെ 7 കൂട്ടായ്മകളിൽ ഒന്നാണ് കൊല്ലം. കൊല്ലത്ത് അക്കാലത്തുണ്ടായിരുന്ന ദേവാലയം കടൽക്ഷോഭത്താൽ നഷ്ടപ്പെട്ടു. പിന്നീട് വിവിധ കൂട്ടായ്മകൾ ആ നാമധേയത്തിൽ അറിയപ്പെടുന്നു. മലങ്കരയുടെ പാരമ്പര്യം ഉൾപ്പെട്ടുകൊണ്ട് മലങ്കരയുടെ സൂര്യ തേജസ്സായിരുന്ന ഇപ്പോഴും അങ്ങനെ സ്വർഗത്തിൽ ശോഭിക്കുന്ന ഭരണിമാർഗുകൊണ്ട് ഇവിടെ ഒരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകി. ആരംഭകാലങ്ങളിൽ പ്രവർത്തിച്ച വന്യ വൈദിക സ്വർഗീയ ഭവനത്തിലായിരിക്കുന്നു. അതിനുശേഷം ഇവിടെ വികാരിയായി വന്ന ജോസഫ് തോമസ് തിരുമേനി ഇപ്പോൾ ബത്തേരി മദ്രാസിന്റെ അധ്യക്ഷനാണ്. ചരിത്രപരമായ ഈ പ്രദേശത്ത് മലങ്കരയുടെ സാന്നിധ്യം ആരോഗ്യമാതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ നാനാജാതി മതസ്ഥർക്ക് സംരഭ്യമാക്കി കൊടുക്കുവാനും ഇടയായി. ആദ്യ ദേവാലയം ഒരു ചെറിയ ദേവാലയമായിരുന്നു. അതിനുശേഷം ഈ ദേവാലയം പുതുക്കപ്പെടുന്നു. ഇതിൻ്റെ ബുധനാഴ്ചയുടെ അവസരത്തിലും അതിനുശേഷവും പല പ്രാവശ്യവും ഇവിടെ ഞാൻ വന്നിട്ടുണ്ട്. വലിയ കൊച്ചുമലയിൽ അമ്പാച്ചൻ ഇവിടെ സേവനം അനുഷ്ഠിക്കുന്ന കാലഘട്ടത്തിലാണ് രോഗിയായി മാറിയതും ഈ ലോകത്തേക്ക് കടന്നുപോയതും. ഇതിന് ശേഷം നമുക്ക് ഈ ചുമതല എടുക്കുവാൻ പ്രിയപ്പെട്ട ജോൺ ജേക്കബ് പേരുപറച്ചനെ ലഭിച്ചു. അച്ഛൻ വളരെ സുദൃഢമായ രീതിയിൽ ഈ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛന് സമതലമായ ഒരു മേഖല പ്രവർത്തിക്കുവാനും ആവശ്യമാണെന്നുള്ള ഒരു സൂചന എനിക്ക് നൽകുകയുണ്ടായി. അപ്പോഴാണ് ദേവദാസൻ മാനകാരിയോസ് മെത്രാപ്പൊലീത്തയുടെ ഇടവക എല്ലാ രീതിയിലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ആ ഇടവകയിൽ ആത്മീയതയുള്ള ഒരു അച്ഛനെ നിയോഗിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തോമസ് മർപ്പാലച്ചൻ വെപ്രാളായ അവസരത്തിൽ പ്രിയപ്പെട്ട അച്ഛനെ ആ നിയോഗം ഏൽപ്പിക്കാനുണ്ടായി.
അപ്പോൾ ഇവിടെ സേവനമനുഷ്ഠിച്ചതിന് ശേഷം അച്ഛൻ ഇവിടെ ഭദ്രാസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന ദേവാലയത്തിലേക്കാണ് വികാരിയായി വരുന്നത്. അച്ഛനെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യാൻ കൂടിയാണ് ഭദ്രാസനത്തിൻ്റെ എല്ലാ പ്രതിനിധികളും ഇവിടെ കൂടിയിരിക്കുന്നത്. അതേസമയം ജോസ് വെള്ളനാട് അച്ഛൻ കൊല്ലംകാരൻ തന്നെയാണ്. കൊല്ലം അടുതല സ്വദേശിയാണ്. അച്ഛൻ തന്നെ സൂചിപ്പിച്ചതുപോലെ അച്ഛനും അതേ രോഗാന്തമായിരുന്നു. അടുതലയും കൊല്ലവുമായി വലിയ ദൂരമില്ല. ആരോഗ്യമാതാവിന്റെ മധ്യസ്ഥതയിൽ അടുതലയിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ വന്ന് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് പോകുന്ന ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് അച്ഛൻ സൂചിപ്പിച്ചു. കൊല്ലത്തെ ആ ഒരു പഴയ പാരമ്പര്യം വീണ്ടെടുക്കുവാൻ പ്രിയപ്പെട്ട അച്ഛനെ ദൈവം നിയോഗിച്ചിരിക്കുകയാണ്. മാവേലിക്കര ഭദ്രാസനം വരുന്നതിന് മുമ്പ് തിരുവനന്തപുരം അതിഭദ്രാസനത്തിൽ ശുശ്രൂഷ ആരംഭിച്ച അദ്ദേഹം മാവേലിക്കര ഭദ്രാസനത്തിന് ശേഷം തോട്ടപ്പള്ളി കേന്ദ്രമാക്കിക്കൊണ്ട് നമ്മുടെ ഇവിടുത്തെ സ്കൂളും മറ്റ് പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പശ്ചാത്തലത്തിൽ വിശ്വാസ പരിശീലനത്തിൻ്റെ പരിപാലനത്തിൻ്റെ ചുമതല അച്ഛനാണ് വഹിച്ചത്. അത് കഴിഞ്ഞ് നമ്മുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനം ചേതന ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി അതിൻ്റെ ഡയറക്ടറായി അത് കായംകുളത്ത് ആരംഭിച്ച് വളരെ സുദൃഢമായ രീതിയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ അതിന് വിവിധത്തിൽ ഫൗണ്ടേഷൻ ഇട്ടത് കായംകുളത്ത് ഫൗണ്ടേഷൻ ഇട്ടത് പ്രിയപ്പെട്ട അച്ഛനാണ്. അത് കഴിഞ്ഞ് കറ്റാനപ്പള്ളിയുടെ വികാരിയായും നമ്മുടെ സ്കൂളുകളുടെ കറസ്പോണ്ടന്റായും വളരെ സുഖമായ സേവനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ വികാർ ജനറലായി ചുമതലപ്പെടുത്തിയത്. ആ ശുശ്രൂഷയിൽ വളരെ മെച്ചമായ രീതിയിൽ അദ്ദേഹം നടത്തി. അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം ഒരു ഇടവകയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആരോഗ്യപരമായ കാരണങ്ങളാൽ എല്ലാവരും ഓടി നടക്കാനുള്ള പ്രയാസമുണ്ട് എന്നുള്ള സൂചന അദ്ദേഹത്തിനെ അറിയിച്ചപ്പോൾ കൊല്ലം വളരേണ്ടത് സഭയുടെ ആവശ്യമാണ്. അവിടെ പ്രവർത്തിക്കുവാൻ കഴിവുള്ള അനുഭവമുള്ള ഒരു അച്ഛനെ തന്നെ ചുമതലപ്പെടുത്തുവാൻ ദൈവം നമുക്ക് അവസരം നൽകി. പ്രിയപ്പെട്ട ജോസച്ച, നമുക്കേറെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. പ്രിയപ്പെട്ട പരിമിനച്ചനും ജോർജ് ഏക്കപ്പച്ചനും കൊച്ചുള്ള റബ്ബാച്ചനും ഒക്കെ പ്രവർത്തിച്ച ഈ ഇടവകയിൽ ജോസഫ് തോമസ് തിരുമനസിനോട് പ്രവർത്തിച്ച ഈ ഇടവകയിൽ വികാരിയായി അങ്ങനെ ചുമതല ഏറ്റെടുക്കുമ്പോൾ മലങ്കര മക്കൾക്ക് മാത്രമല്ല കൊല്ലം പട്ടണത്തിൽ നാനാജാതി മതസ്ഥർക്ക് ദൈവികമായ സാന്നിധ്യം അനുഭവിക്കുവാൻ അച്ഛൻ്റെ ശുശ്രൂഷയിലൂടെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ കൃത്യമായ അഭിനന്ദനവും സ്വാഗതവും സഭയുടെ പേരിൽ ഞാൻ അർപ്പിക്കുകയാണ്. ഞങ്ങളൊന്ന് ഇറങ്ങിയപ്പോൾ ഇവിടെ ചായന്മാരൊക്കെ സൂചിപ്പിച്ചു, സാധാരണ ഒരു വികാരിയെ കൊണ്ടുവിടുമ്പോൾ ഇങ്ങനെ ക്ലാർക്കന്മാരും മറ്റൊരു ഒഫീഷ്യൽസും ഒന്നും ഇവിടെ വരുന്ന പതിവില്ലായിരുന്നു. ഇത് സാധാരണ ഒരു വികാരിയല്ല. അസാധാരണമായ രീതിയിൽ വികാർ ജനറലായി സേവനമനുഷ്ഠിച്ച ഞങ്ങളോടൊപ്പം താമസിച്ച് പ്രവർത്തിച്ച അച്ഛൻ പുതിയ ഒരു ചുമതല ഏറ്റെടുക്കുമ്പോൾ ഞങ്ങളുടെ കടമയാണ് ആ ഭവനത്തിലുള്ള എല്ലാവരും വരിക. ആ ഭവനത്തിൻ്റെ കേന്ദ്രമാണ് സെമിനറി എന്ന് പറയുന്നത്. ആ സെമിനറിയുടെ റക്ടറും ചുമതലപ്പെട്ട ആളുകളും ഭദ്രാസനത്തിൻ്റെ ഒഫീഷ്യൽസും ഒന്നിച്ചു വന്നിരിക്കുന്നത് പ്രിയപ്പെട്ട ജോസച്ചനോടും കൊല്ലം പള്ളിയോടുമുള്ള താല്പര്യം കൊണ്ടാണെന്ന് ചേർന്മാർ മനസ്സിലാക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട വെരുപ്രബലച്ചന് മാവേലിക്കര ഉദയകാമലേക്ക് സ്വാഗതം. വെൺമലോട്ടച്ചന് എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു. സ്വീകരിച്ചു.
അച്ഛന്മാരോട് മധ്യയിലെ ഒരു വാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രയും പേര് ഇവിടെ കടന്നു ഈ പങ്കെടുത്തു തലേ ദിവസം തന്നെ കടന്നു വന്നു. തീർച്ചയായിട്ടും നിങ്ങൾ അദ്ദേഹത്തെ പിതാവിൻ്റെ മധ്യസ്ഥ സ്ഥാപിച്ചുകൊണ്ട് കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ റെജി കല്ലുട്ടേൽ അച്ഛൻ ഇവിടെ വികാരിയായിരുന്നു. ആ അവസരത്തിലാണ് അദ്ദേഹത്തിന് അസുഖമായി RCC പോയ ഒരു ഓപ്പറേഷൻ നടത്തിയത്. അതിനുശേഷമുള്ള ചികിത്സയുടെ കാര്യങ്ങളും രോഗവിവരങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അദ്ദേഹവും സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേർന്നു. അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. നിങ്ങളെല്ലാം പലരും ഇവിടെ വന്ന് അതിൽ സംബന്ധിച്ചു. അച്ഛൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ